ഓക്കെ. ഈ അടുത്ത് ഒന്ന് രണ്ടാഴ്ച മുന്നേ ഒരു വാർത്ത കണ്ടു. മറ്റേ ഒരു കുട്ടി ജനിച്ചതിൻ്റെ തെളിവ് മാരേജ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ തെളിവില്ലാത്തത് കൊണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയില്ല എന്നിട്ടൊരു കപ്പിൾസ്, വളരെ യങ് ആയിട്ടുള്ള കപ്പിളാണ്, അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള കപ്പിളായിരുന്നു. അപ്പോൾ വാർത്തയിൽ പറയുന്നത് അവർ നാച്ചുറോപ്പതി വഴി നാച്ചുറലായിട്ടുള്ള ബർത്താണ് ട്രൈ ചെയ്തത്, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല, ഡോക്യുമെൻറ്റ്സ് ഒന്നും അവൈലബിൾ ഇല്ല, അതുകൊണ്ട് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സയൻസ് ഇത്രയും പുരോഗമിച്ചത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അതിനുള്ള കാരണം നമ്മുടെ മെഡിക്കൽ ഫീൽഡ് അത്രയും ഇമ്പ്രൂവ് ആണ്. ആ സമയത്ത് നമ്മൾ വളരെ ഇതൊന്നും അറിയാതെ, ഓക്കെ എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ അച്ചാച്ചനും അമ്മയും 7-8 പ്രസവിച്ചത് ഇതൊന്നും ഇല്ലാതെ, ഈ സപ്പോർട്ടൊന്നും ഇല്ലാതാണ്, ഹോസ്പിറ്റലിൻ്റെ ഒരു സഹായം ഇല്ലാതെ, ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല. ചില പറയും ഞാൻ മറ്റേ നെല്ല് കുത്തുന്നതിനിടയ്ക്ക് പ്രസവിച്ചിട്ട് വന്നാണെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ എത്ര കുട്ടികളാണ് ഹെൽത്തി ആയിട്ട് ജീവിച്ചിട്ടുണ്ട്? നമ്മുടെ ആയുർദൈർഘ്യം പറയുന്നത് എത്രയായിരുന്നു ആ കാലഘട്ടത്തിൽ?